നവ്യ ഹരിദാസ്, വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയനാട് ദുരന്തം നേരിടാൻ കേന്ദ്രം നൽകിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേരളം ഇനിയും നൽകിയിട്ടില്ല. തുക എന്തിനൊക്കെ ചെലവഴിച്ചുവെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റാണ് കൊടുക്കാത്തത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുമുണ്ട്. എന്താണ് ആദ്യ പ്രതികരണം? അതായത് കേന്ദ്ര സർക്കാരിന്റെ ധനവിനിയോഗം നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തമുണ്ടായിരുന്ന സമയത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതുവരെ ഇവിടെ ഈ സംസ്ഥാനത്തിന് അനുവദിച്ച തുക അത് ഏത് ഹെഡിലാണ് ചിലവഴിച്ചത് എന്ന ഒരു ലെറ്റർ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു കത്ത് അയച്ചിരുന്നെങ്കിലും അതിനുള്ള മറുപടി കൊടുക്കാൻ ഇവിടെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിക്ക് മറ്റൊരു നോട്ടീസായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പോയിട്ടുള്ളത്. ഒരു തുക ചിലവഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഏത് തരത്തിലാണ് വിനിയോഗിച്ചത് എന്ന് പറയാനുള്ള ഇതിന് സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. അത് കൊടുക്കാൻ സാധിക്കാത്തത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ദുർവിനിയോഗമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു കണക്ക് ബോധിപ്പിക്കാൻ സാധിക്കാത്തത്. നമുക്കറിയാം, ഒരു ശവസംസ്കാരം നടത്തുന്നതിന് വരെ ഭീമമായ തുകയാണ് അന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പല ഹെഡുകളിൽ ഉപയോഗിക്കാനുള്ള തുകയായിരുന്നു. പെട്രോൾ അടിച്ചതിനടക്കമുള്ള തുക എത്രയാണ് എന്ന് പറയാൻ തീർച്ചയായിട്ടും ഈ സംസ്ഥാനം ബാധ്യസ്ഥരാണ്. അത് നൽകാത്തത് സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു വീഴ്ചയാണ്. വീഴ്ച എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റായിട്ട് നൽകിയാൽ മാത്രമേ തുടർന്നുള്ള തുക ബാക്കിയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന തുക കേന്ദ്രം നൽകാൻ തയ്യാറാണ്. പക്ഷേ ഇതിലൊരു വീഴ്ച വരുത്തുന്ന പക്ഷം ഈ ഒരു സംസ്ഥാന സർക്കാരിലുള്ള വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നവ്യ ഒരു ജനപ്രതിനിധിയായിരുന്നു. അതിനുശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഏറ്റവും കൂടുതൽ സമയം ഇറങ്ങിച്ചെന്ന ആളാണ്. വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് വയനാടിൻ്റെ സാഹചര്യമെന്ന് വളരെ അടുത്ത് തിരിച്ചറിഞ്ഞ ആളാണ്. അതിനുശേഷം ഒരുപാട് പരാതികൾ, ഒരുപാട് ആവലാതികൾ നവ്യയുടെ അടുത്തെത്തിയിട്ടുണ്ടാകും. ഇപ്പോഴും അത് തുടരുന്നുമുണ്ടാകും. എന്താണ് വയനാട്ടിലെ ദുരന്തബാധിതരുടെ ഇപ്പോഴത്തെ അവസ്ഥ? വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാർ നാളിതുവരെ തയ്യാറായിട്ടില്ല. അവരുടെ പുനരധിവാസം, റോഡുകളുടെ നവീകരണം, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, പാലങ്ങൾ തുടങ്ങി നിരവധിയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ 831 കോടി രൂപ ഈ സംസ്ഥാനത്തിന് വാഗ്ദാനം ചെയ്ത പശ്ചാത്തലത്തിലും ആ തുക വിനിയോഗിക്കാനോ ഈ പ്രളയത്തില് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഇന്ന് വരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഇലക്ഷന്റെ സമയത്ത് നമുക്കറിയാം, കേന്ദ്രത്തിനെതിരെ ഉള്ള കരിനീക്കങ്ങളുമായിട്ട് അവിടെയുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കേന്ദ്രം തരുന്നില്ല എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള നിലപാടുമായിട്ടാണ് അന്ന് പിണറായി വിജയൻ സർക്കാർ മുൻപോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ആ സമയത്തും നമുക്കറിയാം, ആ തുക ലഭിച്ചതിന് ശേഷവും അത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ പരാജയമാണ് സംസ്ഥാന സർക്കാർ. അത് നേരിട്ട് അനുഭവിക്കുന്നത് അവിടെയുള്ള സാധാരണ ജനങ്ങളാണ്. ഈ ദുരന്തം മാത്രമല്ല, മേപ്പാടി ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിന് മുൻപ്, പുത്തുമലയിൽ മുൻപുണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ അന്ന് വീട് നഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്ക് പോലും ഇന്ന് വരെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പുനരധിവാസം ഒരുക്കി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. ശരി, നന്ദി നവ്യ ഹരിദാസ്.